ജയേഷ, ആ ചന്ദ്രേട്ടനോ? തിരക്കിലാണോ? ഇല്ല, കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. അതെ, ചന്ദ്രേട്ടൻ പറ. ഞാൻ വന്നത് എന്താണെന്ന് ജയേഷിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നെ മാത്രം കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവളിരിക്കണത്. ഞാൻ അമ്മേനെയും കൊണ്ട് അങ്ങോട്ട് വരാനിരുന്നത്. ജയേഷ്, ഇത് വേണ്ട. നീ നല്ല പയ്യനാ. കുട്ടിക്കാലം മുതൽ നിന്നെ ഞാൻ കാണുന്നുണ്ട്. നിന്നോട് അതിൻ്റെ ഒരു പ്രത്യേക വാത്സല്യം എനിക്കുണ്ട്. എന്ന് വെച്ച് ഒരു കൃഷിക്കാരന് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല ചന്ദ്രേട്ടാ, ഈ കൃഷിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മോശമാണോ? അല്ല, ഒരുപാട് അങ്ങനെ കേട്ടിട്ടുണ്ടേ. PG കഴിഞ്ഞ ശേഷം ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് എനിക്ക് വേറെ ജോലി കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. ഇതിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം കൊണ്ടാണ്, ഒരു ആഗ്രഹം കൊണ്ടാണ്. ജയേഷ, ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ എനിക്കെൻ്റെ മോളുടെ ഭാവി കൂടി നോക്കണ്ടേ? ചന്ദ്രേട്ടാ, ഞാൻ പണ്ട് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ചന്ദ്രേട്ടൻ്റെ ഭാര്യ ഉഷ ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാവാനാണ് ഇഷ്ടം? എല്ലാവരും പറഞ്ഞു ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, കളക്ടർ ആവണം, മാഷാവണം എന്നൊക്കെ. അന്ന് ഞാൻ പറഞ്ഞത് ഒരു കൃഷിക്കാരനാവണം. അന്ന് ടീച്ചർ എനിക്കൊരു സമ്മാനം തന്നു, ഒരു കുഞ്ഞ് സോപ്പൊട്ടി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരമായിരുന്നു അത്. ചന്ദ്രേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണ് കിട്ടാൻ വേണ്ടി കർഷകരെല്ലാവരും കൃഷിപ്പണി നിർത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പട്ടിണിയായി പോകൂലേ? ജയേഷ, ഞാൻ അങ്ങനെയൊന്നും. ചന്ദ്രേട്ടൻ വിഷമിക്കണ്ട, ഞാനൊരു തടസ്സമാവില്ല. അന്ന് അവൾ വന്നിട്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു മോഹം തോന്നി എന്നുള്ളത് നേരാ. അത് സാരമില്ല. അറിയിക്കോളൂ. ചന്ദ്രേട്ടാ, ഞാനവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അയ്യോ, ഞാനേ ഒരു കാര്യം പറഞ്ഞു, അമ്മയ്ക്കുള്ള മരുന്നെടുത്ത് കൊടുക്കാൻ സമയമായി. ഞാനങ്ങോട്ട്